വെൽക്കം ടു തപിനക്, ദ ഹോം ഓഫ് റീബർത്ത്. കുറച്ച് നാളിന് മുന്നേ നമ്മുടെ പ്രിയങ്കരിയായ അനുപമ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, ഒരു ചെറിയൊരു മെൻ്റലി വീക്കാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ തപിനക്കിലേക്ക്, നമ്മുടെ ഹോമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തു. ആ ഡേയ്സാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്നത് അനുവിൻ്റെ മകനാണ്. പുതിയ സ്പേസ് ആയതുകൊണ്ടാവാം വണ്ടർ അടിച്ചിരിക്കുവാണ്. പതിയെ അവനെയും ഇണക്കി നമ്മുടെ സെഷൻസ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം മഞ്ചാടിയുടെ ഓപ്ഷനായിരുന്നു സംസാരിക്കുക എന്നത്. ഒരുമിച്ചിരുന്ന് സംസാരം തുടങ്ങി. നമ്മുടെ ഫാമിലിയുടെ ഒരു മെമ്പറായിട്ട് തന്നെ മെൻ്റലി വീക്കായവരെ ക്ഷണിച്ചു വരുത്തി അവരെ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് റെജുവിനേറ്റ് ചെയ്യുന്ന സെഷനാണ്. ഇതിനകത്ത് ഒരുപാട് എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളും ഉണ്ട്, മ്യൂസിക്കും ഇൻട്രാക്ഷൻസും ഒക്കെ. അങ്ങനെ എൻ്റർടൈൻമെൻറ്റ് സെഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം അനുവിന് ഒരു ചെറിയൊരു ഹീലിംഗ് സെഷൻ കൊടുത്തു. തലയൊക്കെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്തു. കാരണം ടെൻഷൻ അടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇറിറ്റേറ്റഡ് ആവുന്നത് തലയുടെ ഭാഗമാണ്. ആൾക്ക് നന്നായിട്ട് ബോധിച്ചു, നന്നായിട്ട് റിലാക്സ് ചെയ്തു. ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ അനുവിൻ്റെ കൂടെ തന്നെ വന്ന അനുവിൻ്റെ ഫ്രണ്ട് സീന, പുള്ളിക്കാരിക്കും ഒരു സെഷൻ വേണമെന്ന് പറഞ്ഞു. പിന്നെ നോക്കിയില്ല, പുള്ളിക്കാരിനെയും വെൽക്കം ചെയ്തു. പുള്ളിക്കാരിക്ക് ഒരു സെഷൻ കൊടുത്തു. എനിക്ക് ഇഷ്ടപ്പെടത്തുമില്ല, നല്ല നല്ലപോലെ ഫീൽ ചെയ്യാൻ അറിയാം. ഇത് പിറ്റേ ദിവസം രാവിലത്തെ സെഷനാണ്. കപ്പയും മീനും തയ്യാറാക്കുന്ന സെഷൻ. മനുഷ്യൻ ഇക്കിളെടുക്കുന്നത് പോലെ അവസാനം കേട്ട ശബ്ദം പേടിക്കേണ്ട, നമ്മുടെ ക്യാമറാമാൻ അശ്വിൻ്റെ ചിരിയാണ്. കാര്യം അനുവിൻ്റെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ അശ്വിന് ചിരി അടക്കാൻ പറ്റിയില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളിക്കാരിക്ക് എൻ്റെ പേര് മറന്നു. ചുരുക്കി പറഞ്ഞാൽ പേടിച്ച് വന്നവരെല്ലാവരും നമ്മുടെ വീടുമായിട്ട് വളരെ പെട്ടെന്ന് കണക്റ്റായി. ഓരോ സെഷൻസ് കൊടുക്കുമ്പോഴും അനു ഹീലാവുന്നത് എനിക്ക് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. കാര്യം മൈൻഡിനകത്ത് കിടക്കുന്ന സ്ട്രെസ്സും ഓവർ തിങ്കിങ്ങും നെഗറ്റീവ് തിങ്കിങ്ങും ഒക്കെ വളരെ നന്നായിട്ട് മെൽറ്റായി പോയി. ആൾ റിലാക്സ് ആവുന്നത് എനിക്ക് പുള്ളിക്കാരിനെ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടായിരുന്നു. ബ്രീത്ത് ഔട്ട്, ഹാപ്പി ആയിട്ട് ബ്രീത്ത് ഇൻ, ഹാപ്പി ആയിട്ട് ബ്രീത്ത് ഔട്ട്. മറക്കരുത്, മൈൻഡിന് എന്ത് കിട്ടിയിരുന്നാലും മൈൻഡ് ബോഡിക്ക് ഷെയർ ചെയ്യും, ബോഡിക്ക് എന്ത് കിട്ടിയിരുന്നാലും ബോഡി മൈൻഡിന് ഷെയർ ചെയ്യും. അതൊരിക്കലും മറക്കരുത്. ഓക്കെ, എങ്ങനെയുണ്ട്? ഓരോ വ്യക്തികളെയും ഹീൽ ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ആസ് എ സോൾ ഹീലർ, അവരുടെ മൈൻഡിനകത്ത് ഒരുപാട് നാളുകൾ കൊണ്ട് നടക്കുന്ന പ്രശ്നങ്ങളെ, ആൻസൈറ്റി, ഡിപ്രഷൻ, ഇതെല്ലാം നെഗറ്റീവ് തിങ്കിങ് എല്ലാം നമ്മൾ സക്ക് ചെയ്ത് പുറത്ത് കളയുമ്പോൾ അവരിലുണ്ടാകുന്ന ഒരു ഹാപ്പി ഫീലുണ്ട്. സോ അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതെനിക്ക് ഇവിടെയും കാണാൻ സാധിച്ചു. ലൈഫിനെ വളരെ ഫാസ്റ്റായിട്ട് പ്രീഷ്യസ് ആയിട്ട് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന തരത്തിലേക്ക് സീനയുടെ ലൈഫിനെ ഞാൻ ഷിഫ്റ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഒന്ന് നോക്കിക്കേ, ആദ്യം വന്ന അനുവിൻ്റെ ഫേസ് ആയിരുന്നു, ഇപ്പോൾ അല്ല ഒരുപാട് മാറ്റമുണ്ട്. കാര്യം പുള്ളിക്കാരി ഒരുപാട് ഫ്രീ ആയി, ഞാനും വളരെയധികം ഹാപ്പിയായി. ഒറ്റ സിറ്റിങ്ങിലാണ് എന്നുണ്ടെങ്കിലും ആളിന് ഇത്രയും ചേഞ്ച് ഉണ്ടാവുമെന്ന് സത്യം പറഞ്ഞാൽ ഞാനും പെട്ടെന്ന് വിചാരിച്ചില്ല. ഞാനും വളരെ ഹാപ്പി, തബിനക്കും ഹാപ്പി.